ഏത് ജോലിക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളത് ജോലി എടുക്കുന്നവർക്കേ മനസ്സിലാകത്തുള്ളൂ. ഞാനും തോമസും പാടെ ചായ കുടിക്കാൻ പോകുമ്പോഴാണ് ആ കാഴ്ച കണ്ടത്. അങ്ങനെ ചായ കുടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നടക്കുന്ന വഴിക്കാണ് റോണ്ടോ ബോട്ടിൽ ഒരാള് വെള്ളം എടുത്ത് കൊണ്ടുവന്നിട്ട് പ്രാവിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പ്രാവിനോ പൂച്ചക്കോ അങ്ങനെയൊക്കെ. അങ്ങനെ നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. നമ്മളെ പൂച്ചക്കുട്ടികളൊക്കെ എഴുന്നേക്കുന്നതേ ഉള്ളൂ. അങ്ങനെ അതും കണ്ടിട്ട് നേരെ ദിവാനിയെ പോയപ്പോൾ ബക്കറും കമാൽജിയും പാടെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ അതിന് മാഡം വിളിച്ചിട്ട് പറഞ്ഞ് ഷാർമിലക്ക് ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. ഷാർമില നമ്മളെ വീട്ടിലത്തെ പണിക്കാരത്തിയാണ്. ഇന്ന് നാട്ടിൽ പോകണം, ടിക്കറ്റ് എടുക്കണം എന്നുള്ളത്. അങ്ങനെ നേരെ വിട്ട് നസറിന്റെ അവിടേക്ക്. അവിടെ പോയ രണ്ട് കാര്യമായിട്ട്, ഒന്ന് ടിക്കറ്റ് എടുക്കും ചെയ്യുക, അതേപോലെ തന്നെ ഇന്നലെ പണിക്കാരത്തി മേടിച്ച് വെച്ചൊരു സംഭവം ഉണ്ട്, അത് നമ്മൾ മറന്നു വെച്ചായിരുന്നു, അതും തിരിച്ചെടുക്കണം. അതിന് വേണ്ടി പോയപ്പോൾ നേരെ കാണിച്ചെന്ന് മുദീറിന്റെ റൂം. അവിടെ പോയിട്ട് അതും മേടിച്ച് നേരെ തിരിച്ച് വീട്ടിലെത്തി. പ്രാവുകളൊക്കെ വെള്ളത്തിന്റെ പാത്രത്തിന്റെ മേലെ ഇരിക്കുന്നുണ്ട്. എടുത്തു പോയി നോക്കിയപ്പോഴാണ് വെള്ളമൊക്കെ ചൂടത്ത് വറ്റിയിട്ടുണ്ട്. അങ്ങനെ പാത്രമൊക്കെ കഴുകി വെള്ളമൊക്കെ നിറച്ചു കൊടുത്ത് തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ കഫീലിന്റെ വണ്ടി കഴുകാനുള്ള രൂപത്തിലായിട്ടുണ്ട്. ഒന്നും നോക്കിയില്ല, പൈച്ചിട്ട് തീരെ വയ്യായിരുന്നു. നേരെ വിട്ട് കിച്ചണിലേക്ക്. അസീസ്ക്കാണെങ്കിലോ സാമ്പാറും കൈപ്പക്ക ഉപ്പേരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതും കൂട്ടി അടിച്ച് കുറച്ചു നേരം ഉറക്കൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മാഡം വിളിച്ചിട്ട് പറഞ്ഞ് കുട്ടികൾക്ക് മദ്രസയ്ക്കുള്ള സാധനങ്ങൾ മേടിക്കണം എന്നുള്ളത്. നേരെ വിട്ട് സാധനങ്ങൾ മേടിക്കാൻ. അതും കഴിഞ്ഞിട്ട് അടുത്ത പരിപാടി പറഞ്ഞ റേഷൻ കടയ്ക്ക് വിട്ട്. ഈ മാസം ഫസ്റ്റിലൊക്കെ നമ്മൾ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ മേടിക്കണം. അങ്ങനെ മേടിച്ച സാധനങ്ങളെല്ലാം വീട്ടിൽ കൊണ്ടുപോയി കൊടുത്ത് അവിടുന്ന് പണിക്കാരത്തിനെ എടുത്ത് നേരെ വിട്ട് എയർപോർട്ടിലേക്ക്. ഓള് പോകുന്ന ദിവസമാണല്ലോ. അപ്പൊ എയർപോർട്ടിൽ പോകുമ്പോഴാണ് നമുക്ക് ചെറിയൊരു പൂതി, നാട്ടിൽ പോകാനുള്ള പൂതിയൊക്കെ ഇങ്ങനെ മനസ്സിൽ വന്നത്. എയർപോർട്ട് കാണുമ്പോൾ ഇങ്ങനെ അങ്ങനത്തെ പൂതിയൊക്കെ വരുന്നുണ്ട് എങ്കിലും ഒന്ന് കമന്റ് ചെയ്യണേ. അങ്ങനെ ആ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നേരെ വിട്ട് ഹയ്യ റെസ്റ്റോറന്റിലേക്ക്. അവിടെ പോയിട്ട് ഒരു അൽഫാമും കഴിച്ച് നമ്മൾ അവസാനം നമ്മളെ നാട്ടിലെത്തി. അപ്പൊ ജസീർ വിളിച്ചിട്ട് പറഞ്ഞു മൽക്കുമാങ്ക പോവല്ല, ജ്യൂസ് മേടിച്ചരാന്നുള്ളത്. അവസാനം മേടിച്ചതാണെങ്കിൽ ഒരു കിടക്കാച്ചി ഐറ്റം, നല്ല ടേസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ രണ്ടാളും അതിരുന്ന് കഴിക്കും ചെയ്ത് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയും ചെയ്ത്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് അടിക്കാനും കമന്റ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.